വാഹനത്തിന്റെ ബ്രേക്കിന് കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈലേജ് കുറയുമോ? ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് ക്ലീനിങ് ആവശ്യമാണോ? അതായത് എന്നോട് കുറച്ച് ദിവസമായിട്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വാഹനം എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടാൻ നേരത്ത് മാത്രം ഒരു ഒരു വൈബ്രേഷൻ നമ്മുടെ ബ്രേക്ക് പെഡലിന് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് വാഹനം വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പലരും പറയുന്ന ഒരു സ്ഥിരം കംപ്ലൈന്റ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് ക്ലീൻ ചെയ്യേണ്ടത് മസ്റ്റ് ആണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ഏറ്റവും കൂടുതൽ പിടുത്തം വരുന്ന ഫ്രണ്ട് ബ്രേക്കിന് തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് വാഹനത്തിനകത്ത് ലോഡ് ഉണ്ടെങ്കിലും ഒരു വ്യക്തി മാത്രം ഫ്രണ്ടിലുള്ളെങ്കിലും പോലും വാഹനത്തിന്റെ ഫുള്ള് വെയിറ്റ് ഫ്രണ്ടിലോട്ടേ പോകത്തുള്ളൂ. അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പിടുത്തം വരുന്ന ഫ്രണ്ടിലായിരിക്കും. ബാക്കിൽ പിടുത്തം വരത്തില്ലെന്നല്ല, പിടുത്തം വരും. പക്ഷേ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത്, കാരണം ഇത്രയും വെയിറ്റ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് മാത്രമാണ് ആദ്യം കുത്തുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഫോഴ്സ് വരുന്നതിനെയാണ് ബ്രേക്കിന്റെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്രണ്ടിലോട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് മിക്ക വാഹനങ്ങൾക്ക്, അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങൾക്കും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് തന്നെ വരുന്നതിന്റെ കാര്യം. ബാക്കിൽ ഇപ്പം ഇറങ്ങുന്ന പുതിയ മോഡൽ വാഹനങ്ങൾ ടോപ്പ് എൻഡിലൊക്കെ ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും വരുന്നത്, ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ നോർമൽ വാഹനങ്ങൾക്കെല്ലാം ഡ്രം ആണ് വരുന്നത്. ഡ്രമ്മിന് പിടുത്തം കിട്ടത്തില്ല, പിടുത്തമുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി പിടുത്തം കുറവാണ് ബാക്കിലത്തെ ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു ഡ്രം ബ്രേക്കിന് വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പിക് ഇതല്ല. നമ്മുടെ ടോപ്പിക് എന്തുകൊണ്ട് ബ്രേക്ക് ക്ലീൻ ചെയ്യുന്നു. ബ്രേക്ക് ക്ലീൻ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നതാണ് ബ്രേക്കിന്റെ പിന്നെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് കാലിപ്പറിന്റെ പിന്നാണ്. ഈ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് സ്ലൈഡ് ചെയ്തത്. ഇത് സ്ലൈഡ് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് എപ്പോഴാണോ നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്കിൽ നമ്മൾ കാല് വെക്കുന്നത്, അന്നേരം ബ്രേക്കിനകത്ത് വരുന്ന കാലിപ്പറിനകത്ത് ഒരു പിസ്റ്റൺ വരുന്നുണ്ട്. ഈ പിസ്റ്റൺ ബ്രേക്കിനെ തള്ളുക ചെയ്യുന്നത്, ബ്രേക്ക് പാഡിനെ തള്ളുകയാണ് ചെയ്യുന്നത്. ഈ ബ്രേക്ക് പാഡിനെ തള്ളുന്ന സമയത്ത് ഒരു സ്ലൈഡിങ് ആക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ബ്രേക്കിന്റെ കാലിപ്പർ പിൻസ് വരുന്നത്. അങ്ങനെ ഈ പിന്നെ സ്റ്റക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് 1-2 ദിവസം കൊണ്ടല്ല സ്റ്റക്ക് ആകുന്നത്. സഡൻ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അതായത് നല്ല ആഞ്ഞുള്ള ചവിട്ടും കാര്യങ്ങളൊക്കെ, നല്ല റഫ് ഡ്രൈവിംഗ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് പെട്ടെന്ന് ടൈറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്, സ്റ്റക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്, ഇളക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ബ്രേക്ക് ക്ലീനിങ് കറക്റ്റ് ഓരോ 6 months അല്ലെങ്കിൽ ഒരു 5000 കിലോമീറ്റർ ഒക്കെ കൂടുമ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ ബ്രേക്കിംഗ് കണ്ടീഷൻ വളരെ സൂപ്പറായിട്ടിരുന്നോളും. ബ്രേക്ക് പാഡും കാര്യങ്ങളൊന്നും പെട്ടെന്ന് തീരാതിരുന്നോളും. കാരണം പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രേക്കൊക്കെ ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ മാത്രം ക്ലീൻ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ അത്രയും ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നവരെ നമ്മളിത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ, ബ്രേക്ക് പാഡോ ഈ കാലിപ്പറിന്റെ പിന്നോ വല്ലതും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീർന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് കൂടുതൽ കൺസ്യൂം ചെയ്ത് സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഓടുന്നതിനനുസരിച്ച് ബ്രേക്ക് സ്റ്റക്കാകും, വാഹനത്തിന്റെ മൈലേജ് ലോസ് ഉണ്ടാകും. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരു പിടുത്തമാണ് വരുന്നത്. നമ്മുടെ ടയർ കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പിടുത്തം വരികയാണ് ബ്രേക്ക് പിടിച്ച് ഓടുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓരോ 5000 കൂടുമ്പോഴെങ്കിലും ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും കാണിക്കത്തില്ല. മൈലേജ് അല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കുറവുണ്ടാകത്തില്ല. ഇതെല്ലാം ഈ ബ്രേക്കിന്റെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും.